ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് പോകുകയാണ്. വൈകുന്നേരം കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ, ഉമ്മ, ഉപ്പ, ഷെബിക്കാക്ക, സാനി, മാളുമോ എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ കാറിൽ പോകും. ഉമ്മാൻ്റെ ഫാമിലിയിലാണ് കല്യാണം. അപ്പോൾ സ്ഥലം കൂട്ടിലങ്ങാടിയാണ് കേട്ടോ. കൂട്ടിലങ്ങാടിയിൽ റെയിൻബോ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ കല്യാണം. കയറിയപ്പോൾ തന്നെ നമ്മൾ ജ്യൂസ് എടുത്തുട്ടോ. വത്തക്ക ജ്യൂസാണ് വിചാരിച്ചിട്ട് മുന്തിരി ജ്യൂസാണ് എടുത്തത്. ഭയങ്കര പുളി ഉണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ഉമ്മാൻ്റെ ഫാമിലിയിലായതുകൊണ്ട് ഉമ്മാൻ്റെ അനിയത്തിയാളും ഏട്ടത്തിയാളും എല്ലാവരും ഉണ്ട്. അപ്പം ഉമ്മ ആ ഒരു സന്തോഷത്തിലാണ്. എല്ലാവരെയും കണ്ടതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉമ്മയാണ് കുട്ടീനെ എടുത്തിട്ടുള്ളത്. വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 8 മണി വരെ കേട്ടോ കല്യാണം. അപ്പോൾ തന്നെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഉമ്മമാളെ അനിയത്തിയാളൊക്കെ കണ്ടിട്ട് അവരോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞങ്ങൾ മന്തിയാണ് കേട്ടോ ഇട്ടത്. എല്ലാവരും മന്തി തന്നെയാണ് ഇട്ടത്. പിന്നെ അവിടെ പല സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പങ്ങളും വല്ലതും ഉണ്ടായിരുന്നു. പൊറോട്ട അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ എമിമോൾക്ക് കുറച്ച് ഫുഡൊക്കെ വാരി കൊടുത്തു. അങ്ങനെ തിക്കിത്തിരക്കിനുള്ള ആൾക്കാരൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. നമുക്ക് വേഗം ഇരിക്കാൻ പറ്റിയിരിക്കണേ. ബ്രോസ്റ്റും ബീഫും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റും ബീഫും എല്ലാം വാങ്ങി തിന്നിട്ടുണ്ട്. പിന്നെ സാനി എപ്പോഴേക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോപ്കോൺ വാങ്ങി കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ 3 ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കുകയാണ്. ഉമ്മ അപ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് നീച്ചിക്കണേ കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉമ്മ വന്നിട്ട് പറഞ്ഞു പായസം ഉണ്ട്, പായസം കുടിച്ചുകൊണ്ടിട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പായസം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. കൈകണിന് മുമ്പ് തന്നെ പായസം എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ പായസമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ഇളനീർ പായസമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കൈയൊക്കെ കേൾക്കി. സാനി പിന്നെ ആരൊക്കെ കുടുംബമൊക്കെ തെളിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് അവൾക്ക് ആരാന്ന് പോലും പറയാറില്ല. ഞങ്ങൾക്ക് 3 ആൾക്കും അറിയില്ല ആരാ കല്യാണമെന്ന് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ. പിന്നെ ഞാൻ എമ്മിമാർക്ക് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. എമ്മിമാൻ കുറച്ച് പായസമൊക്കെ കുടിച്ചു. എനിക്ക് എല്ലാം ഇഷ്ടമായിക്കണം. അപ്പോഴേക്കും പിന്നെ മൈരീപാൻ കൊടുത്ത് ഉമ്മ നിസ്കരിക്കാൻ പോയി. പിന്നെ ഉമ്മാനെ കാണാതായപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഉമ്മാനെ അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് ചെന്നപ്പോൾ ഉമ്മ അവിടെ ആളിലെത്തിയിരുന്നു. അങ്ങനെ ഉമ്മാനൊക്കെ കിട്ടി. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഷെബിക്കാക്ക പിന്നെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, കഴിഞ്ഞില്ലേ മതി പോരി എന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾക്ക് കാരണം ഫ്രണ്ട്സുകളുടെ അടുത്ത് പോകാൻ നേരം വൈകുന്നുണ്ട്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ ഞങ്ങൾ പോപ്കോൺ തിന്നിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോപ്കോൺ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സാനിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മാളും ഇങ്ങനെ പോകുകയാണ്. അവിടേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ എന്നാലും വാങ്ങാൻ തന്നെ പോയി. ഞങ്ങൾ എന്നിട്ട് 3 ആളും വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ 3 പേരും കൂടി ഇങ്ങനെ ഈ പേപ്പറും പിടിച്ച് ഇങ്ങനെ കാത്ത് നിൽക്കണം. അവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് പലർക്കും കൊടുക്കണ്ടേ. അങ്ങനെ ഏതായാലും പോപ്കോണൊക്കെ കിട്ടി. ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സാനിക്ക് കിട്ടിയിട്ട് മിൻറ്റിയിൽ നിന്ന് കൈയിട്ട് തിന്നുന്ന സാനിനെ ഞങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് വീട്ടിൽ പോകാം കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.